പ്രിയ പഠിതാക്കളെ, നമുക്കിന്ന് യൂണിറ്റ് 3 ആദ്യത്തെ ചാപ്റ്ററായ മൈ എക്സെൻട്രിക് ഗസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് കടക്കാം. പാഠം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഓതറിനെ കുറിച്ച് 2 വാക്ക്. റസ്കിൻ ബോണ്ട് 19-ാം തീയതി മെയ് മാസം 1934 ജനിച്ചു. ബ്രിട്ടീഷ് വംശജനായ ഇന്ത്യൻ എഴുത്തുകാരനാണ്. ഇന്ത്യൻ ബാലസാഹിത്യത്തിൻ്റെ വളർച്ചയിൽ ഒരുപാട് പങ്കുവഹിച്ച മഹാനാണ്. 1999 പത്മശ്രീ ലഭിച്ചു. 2014 പത്മഭൂഷണം. തൻ്റെ കുട്ടിക്കാലം ചിലവഴിച്ച ഹിമാലയൻ പർവ്വതനിരകളുടെ താഴെയുള്ള കുന്നുകളിലെ ഹിൽ സ്റ്റേഷൻസിലുള്ള ജീവിതം അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. മൈ എക്സെൻട്രിക് ഗസ്. എക്സെൻട്രിക് മീൻസ് ക്രേസി എന്നർത്ഥം. എൻ്റെ വിചിത്ര അതിഥികൾ അല്ലെങ്കിൽ എൻ്റെ ഭ്രാന്തന്മാരായ അതിഥികൾ എന്നൊക്കെയാണ്. ബൈ റസ്കിൻ ബോണ്ട് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് അക്കൗണ്ട് ഓഫ് ദ ഇൻസെക്ട്സ്, ബേർഡ്സ് ആൻഡ് അതർ വൈൽഡ് ക്രീച്ചേഴ്സ് ദാറ്റ് സ്ട്രേ ഇൻ ടു ഹിസ് കോട്ടേജ്. അദ്ദേഹത്തിൻ്റെ കൂടാരത്തിലേക്ക് കടന്നു വരുന്ന ഇൻസെക്ട്സിൻ്റെയും പ്രാണികളുടെയും പക്ഷികളുടെയും മറ്റ് കാട്ടുജീവികളുടെയും എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിവരണമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ദീസ് ലിറ്റിൽ ക്രീച്ചേഴ്സ്, ഈ ചെറിയ ജീവികളെല്ലാം, പ്രൊവൈഡഡ് എ സ്മോൾ ബട്ട് മച്ച് നീഡഡ് ആൻഡ് ഡിസൈർഡ് കമ്പനി ടു ദ ഓതർ. ഓതറിന് അദ്ദേഹത്തിൻ്റെ ഏകാന്ത ജീവിതത്തിൽ കമ്പനി കൊടുക്കാനാണ് ഇവരെല്ലാം വരുന്നത്. അല്ല, ഇനി അക്യൂട്ട് ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഏകാന്തമായിട്ട് താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കമ്പനിയായിട്ട്, അദ്ദേഹത്തിന് സുഹൃത്തുക്കളായിട്ട് എത്തുന്ന ആളുകളാണ് ഇവരുടെ എല്ലാം, ഈ ജീവികളെല്ലാം. എവിടെ താമസിക്കുമ്പോൾ? ഇൻ ദ ഹിമാലയൻ വാലി. മൈ എക്സെൻട്രിക് ഗസ്റ്സ്. വെൻ മിസ്റ്റ് ഫിൽസ് ദ ഹിമാലയൻ വാലീസ് ആൻഡ് ഹെവി മൺസൂൺ റെയിൻ സ്വീപ്സ് അക്രോസ് ദ ഹിൽസ്, ഇറ്റ്സ് നേച്ചുറൽ ഫോർ വൈൽഡ് ക്രീച്ചേഴ്സ് ടു സീക്ക് ഷെൽട്ടർ. അങ്ങനെ മൂടൽമഞ്ഞ് ഹിമാലയൻ താഴ്വരകളിൽ അങ്ങനെ നിറയുന്ന സമയത്ത് ഭയങ്കര മഴ, ഹെവി മോൺസൂൺ റെയിൻ സ്വീപ്സ് അക്രോസ് ദ ഹിൽസ്, ആ കുന്നിൻ പ്രദേശത്തേക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മഴ അടിച്ച് പെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് നേച്ചുറൽ ഫോർ വൈൽഡ് ക്രീച്ചേഴ്സ്, സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കാട്ടുജീവികളെല്ലാം എന്ത് ചെയ്യും? ദേ വുഡ് കം ടു സീക്ക് ഷെൽട്ടർ, അഭയത്തിനായിട്ട് തേടിപ്പോകാറുണ്ട്, എവിടെയെങ്കിലും കയറി ഇരിക്കാറുണ്ട്. ആൻഡ് സംടൈംസ് മൈ കോട്ടേജ് ഇൻ ദ ഫോറസ്റ്റ് ഈസ് ദ മോസ്റ്റ് കൺവീനിയൻറ്റ് റെഫ്യൂജ്. പലപ്പോഴും എൻ്റെ കൂടാരമാണ്, എൻ്റെ കോട്ടേജാണ് അവർക്ക് ഇഷ്ടം. അത് കാട്ടിലാണുള്ളത്, അതാണ് ഏറ്റവും അവർക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന റെഫ്യൂജ് എന്ന് പറയുന്നത്, അഭയസ്ഥാനം. കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ സൗകര്യം എന്നല്ലേ. ഇവിടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു അഭയസ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കോട്ടേജാണ്. There is no doubt I made things easier for all concerned by leaving most of my windows open. There is no doubt, സംശയമൊന്നുമില്ല. I made things easier for all concerned. For all concerned means for all creatures. ഞാൻ അവയ്ക്ക് കാര്യങ്ങളെല്ലാം ഈസിയർ ആക്കി കൊടുത്തു. എങ്ങനെ? By leaving most of my windows open. I made it convenient for them to enter into the house by opening my windows. I like plenty of fresh air indoors. ഉള്ളിൽ ഒരുപാട് കാറ്റ്, plenty of fresh air ഉള്ളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ആൻഡ് ഇഫ് എ ഫ്യൂ ബേർഡ്സ്, ബീസ് ആൻഡ് ഇൻസെക്ട്സ് കം ഇൻ ടു, കുറച്ച് പക്ഷികളും മൃഗങ്ങളും ഇൻസെക്റ്റും എല്ലാം ഉള്ളിൽ വന്നാലും ദേ ആർ വെൽക്കം, അല്ലേ? ഒരു പ്രശ്നമൊന്നുമില്ല, ഞാനായിട്ട് സ്വീകരിക്കും. പ്രൊവൈഡഡ് ദേ ഡോണ്ട് മേക്ക് ടു മച്ച് ഓഫ് നോയിസൻസ് ഓഫ് ദംസെൽസ്. എങ്ങനെയാണെങ്കിൽ? പ്രൊവൈഡഡ് എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥം ഇഫ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. എങ്ങനെയാണെങ്കിൽ? ഇഫ് ദേ ഡോണ്ട് മേക്ക് ടു മച്ച് ഓഫ് നോയിസൻസ്, ഒരുപാട് ശല്യം അവറ്റ ഉണ്ടാക്കുകയില്ലെങ്കിൽ. ഐ മസ്റ്റ് കൺഫെസ്, ഞാൻ തീർച്ചയായിട്ടും ഒരു കാര്യം പറയേണ്ടതുണ്ട്, ഒരു കാര്യം സമ്മതിക്കേണ്ടതുണ്ട്. ഐ ഡിഡ് ലൂസ് പേഷ്യൻസ് വിത്ത് എ ബാംബൂ ബീറ്റിൽ. ഒരു ദിവസം എൻ്റെ വീട്ടിലൊരു ബാംബൂ ബീറ്റിൽ, മുളയൊക്കെ തുളയ്ക്കുന്ന ഒരു വണ്ട് കയറി വരികയാണ്. ഹു ബ്ലണ്ടേഡ് ഇൻ ദ അതർ നൈറ്റ്, ഒരു രാത്രി വന്നിട്ട് ഒരു തെറ്റ് ചെയ്തു. ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലണ്ടർ അടിക്കുക എന്നൊക്കെ പറയല്ലേ. ആക്ട് ബൈ മിസ്റ്റേക്ക് പറ്റി ആ വണ്ടിന്. എന്താ ചെയ്തത്? ഫെൽ ഇൻ ടു ദ വാട്ടർ ജഗ്ഗിലേക്ക് വീണു. ഐ റെസ്ക്യൂഡ് ഹിം ആൻഡ് പുഷ്ഡ് ഹിം ഔട്ട് ഓഫ് ദ വിൻഡോ. ഐ റെസ്ക്യൂഡ്, ഞാനതിനെ രക്ഷപ്പെടുത്തി. എന്നിട്ടോ പുഷ്ഡ് ഹിം ഔട്ട് ഓഫ് ദ വിൻഡോ, ജനലിൻ്റെ പുറത്തേക്ക് തള്ളിവിട്ടു. എ ഫ്യൂ സെക്കൻഡ്സ് ലേറ്റർ, ആഫ്റ്റർ എ ഫ്യൂ സെക്കൻഡ്സ്, ഹി കെയിം വിറിങ് ഇൻ എഗെയിൻ. ഉള്ളിലേക്ക് വീണ്ടും വന്നു. വിറിങ് എന്ന് വെച്ചാൽ ഫ്ലൈ മേക്കിംഗ് സ്വിഷിങ് സൗണ്ട്, ഒരുതരം വിസ് എന്നുള്ള സൗണ്ട്, ചിറകടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സൗണ്ട്. ആൻഡ് വിത്ത് അൺഎറിങ് അക്യൂറസി ലാൻഡഡ് വിത്ത് എ പ്ലോപ്പ് ഇൻ ദ സെയിം ജഗ്. വളരെ കൃത്യതയോടുകൂടി, അൺഎറിങ് തെറ്റുപറ്റാത്ത രീതിയിൽ, അല്ലേ, വിത്തൗട്ട് എനി എറർ, വിത്ത് അക്യൂറസി ലാൻഡഡ് വിത്ത് എ പ്ലോപ്പ്, അവിടേക്ക് ലാൻഡ് ചെയ്യുകയാണ്. അങ്ങനെ വിത്ത് എ പ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഇൻ വാട്ടർ, അല്ലേ, വെള്ളത്തിൽ വീഴുമ്പോണ്ടാകുന്ന ഒച്ചയാണ് പ്ലോപ്പ് എന്ന് പറയുക. ഇൻ ദ സെയിം ജഗ്, അതേ ജഗ്ഗിൽ വീണ്ടും ആ വണ്ട് വന്ന് വീണു. ഐ ഫിഷ്ഡ് ഹിം ഔട്ട് വൺസ് മോർ.
ഒരിക്കൽ കൂടി ഞാനതിനെ അവിടെ നിന്ന് മീൻ പിടിക്കുന്ന പോലെ പിടിച്ചു എന്ന് വെച്ചാൽ ആ വെള്ളത്തിൽ നിന്ന് ആ വണ്ടിനെ പിടിച്ചു. ആൻഡ് ഓഫേർഡ് ഹിം ദ ഫ്രീഡം ഓഫ് ദ നൈറ്റ്. വീണ്ടും അതിനെ മോചിപ്പിച്ചു. ഞാൻ അവന് ആ രാത്രിയുടെ മോചനം നൽകി. ബട്ട് അട്രാക്റ്റഡ് ബൈ, നോ ഡൗട്ട്, ബൈ ദ ലൈറ്റ് ആൻഡ് വാംത്ത് ഓഫ് മൈ സ്മോൾ സിറ്റിംഗ് റൂം. എൻ്റെ ആ സിറ്റിംഗ് റൂമിൻ്റെ വെളിച്ചം കണ്ടിട്ടായിരിക്കണം, അതിൻ്റെ ഊഷ്മളത കണ്ടിട്ടായിരിക്കണം. ഹീ കെയിം ബിസിങ് ബാക്ക്. ഒരിക്കൽ കൂടി അവൻ ആ ശബ്ദമുണ്ടാക്കി കൊണ്ടുവന്നു. സർക്ലിംഗ് ദ റൂം ലൈക്ക് എ ഹെലികോപ്റ്റർ ലുക്കിംഗ് ഫോർ എ പ്ലേസ് ടു ലാൻഡ്. ഒരു ഹെലികോപ്റ്ററിനെ പോലെ വട്ടം കറങ്ങി ലാൻഡ് ചെയ്യാനുള്ള സ്ഥലം തപ്പിക്കൊണ്ട് അവൻ വരികയാണ്. ക്വിക്ലി ഐ കവേർഡ് ദ വാട്ടർ ജഗ്. ഞാൻ പെട്ടെന്ന് വെള്ളത്തിൽ വീഴണ്ട വിചാരിച്ചിട്ട് വാട്ടർ ജഗ് മൂടി വെച്ചു. ഹി ലാൻഡഡ് ഇൻ എ ബോൾ ഓഫ് വൈൽഡ് ഡാലിയ. ഡാലിയ പുഷ്പങ്ങളുള്ള ആ ബോളിലേക്ക് അവൻ വന്ന് ലാൻഡ് ചെയ്തു. ആൻഡ് ഐ അലൗഡ് ഹിം ടു റിമൈൻ ദർ. ഞാൻ അവനെ അവിടെ ജീവിക്കാൻ അനുവദിക്കുകയാണ്. അവിടെ തന്നെ ഇരുന്നോട്ടെ ഞാൻ വിചാരിച്ചു. എങ്ങനെ? കംഫർട്ടബിളി, സുഖമായിട്ട് അവിടെ നിന്നോട്ടെ. കേർഡ് അപ്പ് ഇൻ ദ ഹോളോ ഓഫ് എ ഫ്ലവർ. ഫ്ലവർ വേസ് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഹോളോയിൽ, ഹോളോ എന്ന് വെച്ചാൽ ആ പൊത്ത് അല്ലേ, കുഴി, ഗർത്തം എന്നൊക്കെ പറയാം, അതിൻ്റെ ഉള്ളിൽ ചുരുണ്ടി മടങ്ങി ഇരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇറക്കി വിടാനൊന്നും പോയില്ല, ശല്യപ്പെടുത്താനൊന്നും പോയില്ല. സംടൈംസ് ഡ്യൂറിങ് ദ ഡേ, ചിലപ്പോൾ പകൽ സമയത്ത്, എ ബേർഡ് വിസിറ്റ്സ് മീ, ഒരു പക്ഷി എന്നെ സന്ദർശിക്കുന്നു. എ ഡീപ് ബ്ലൂ വിസ്ലിംഗ് ത്രഷ്. ബ്ലൂ കളറിലുള്ള വിസ്ലിംഗ് ത്രഷ് മീൻസ് എ സിംഗിങ് ബേർഡ്. ഹോപ്പിംഗ് എബൌട്ട് ഓൺ ലോങ് ഡെയിൻറ്റി ലെഗ്സ്. ഹോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ജമ്പിങ്, ചാടി നടക്കുക. ഹോപ്പിംഗ് അബൌട്ട്, ഹോപ്പിംഗ് നിയർ ബൈ. എങ്ങനെ? ഓൺ ലോങ് ഡെയിൻറ്റി ലെഗ്സ്. അതിൻ്റെ നീളമുള്ള വളരെ ലോലമായ കാലുകൾ കൊണ്ട് അതങ്ങനെ ചാടി നടക്കുന്നു. ടു നെർവസ് ടു സിങ്. പാട്ട് പാടുന്ന പക്ഷിയാണ്, പാടാൻ അതിന് ചെറിയ പേടിയുമുണ്ട്. എന്തായിരിക്കും കാര്യം? നോക്കാം. ഷീ പേർച്ചസ് ഓൺ ദ വിൻഡോ സിൽ. ആ പക്ഷി വന്ന് എൻ്റെ വിൻഡോ സില്ലിൽ, അതായത് ജനൽപ്പടിയിൽ ഇരുന്നു. പേർച്ചസ് എന്ന് പറഞ്ഞാൽ സിറ്റ്സ് എന്നാണ് അർത്ഥം. അവിടെ വന്ന് ഇരുന്നു. ലുക്കിംഗ് ഔട്ട് അറ്റ് ദ റെയിൻ. മഴയെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഷീ ഡസ് നോട്ട് പെർമിറ്റ് എനി ഫെമിലാരിറ്റി. ഷീ ഡിഡിൻറ്റ് ഷോ എനി ഫെമിലാരിറ്റി ടു മീ. എന്നിലൊരു പരിചിതഭാവം പോലും അവൾ നടിച്ചില്ല. ബട്ട് ഇഫ് ഐ സിറ്റ് ക്വൈറ്റ്ലി ഇൻ മൈ ചെയർ, ഞാൻ എൻ്റെ ചെയറിൽ അങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്ന സമയത്ത്, ഷീ വിൽ സിറ്റ് ക്വൈറ്റ്ലി ഓൺ ഹെർ വിൻഡോസിൽ. അവൾ അവിടെ ആ വിൻഡോസിൽ, ജനൽപ്പടിയിൽ, അതും അങ്ങനെ മിണ്ടാതിരിക്കും. ഗ്ലാൻസിങ് ക്വിക്ലി അറ്റ് മീ. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഗ്ലാൻസ് ചെയ്തുകൊണ്ട്, ഗ്ലാൻസ് ചെയ്യുന്ന നോക്കിക്കൊണ്ട് അല്ലേ, അടുത്തേക്ക് വരുന്നുണ്ടോ, നൗ ആൻഡ് ദെൻ, ഇടയ്ക്കിടയ്ക്ക്. ജസ്റ്റ് ടു മേക്ക് ഷുവർ, ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഐ ആം കീപ്പിംഗ് മൈ ഡിസ്റ്റൻസ്. ഞാൻ സേഫായിട്ടുള്ള ഡിസ്റ്റൻസിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് നോക്കുകയാണ്. ദാറ്റ് ബേർഡ് വാസ് മേക്കിംഗ് ഷുവർ ദാറ്റ് ഹി വാസ് നോട്ട് അപ്രോച്ചിങ് ടു ഡിസ്റ്റർബ് ഹെർ. അവളെ ശല്യം ചെയ്യാൻ അടുത്ത് ചെല്ലുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പക്ഷി അവിടെ ഇരിക്കുന്നത്. വെൻ ദ റെയിൻ സ്റ്റോപ്സ് ഷീ ഗ്ലൈഡ്സ് അവേ. മഴ നിൽക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് പറന്നു പോകുന്നു. ഗ്ലൈഡ്സ് അവേ മീൻസ് ഇവിടെ ഫ്ലൈസ് അവേ എന്നേ അർത്ഥമുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ഓൺലി ദെൻ, പിന്നീടാണ്, അതായത് പുറത്തു പോയതിന് ശേഷമാണ്, കോൺഫിഡൻറ്റ് ഇൻ ഹെയർ ഫ്രീഡം, അവൾക്ക് അവളുടെ കോൺഫിഡൻസ് തിരിച്ചു കിട്ടുന്നത്. എന്തിലുള്ള കോൺഫിഡൻസ്? ഫ്രീഡത്തിലുള്ളത് അല്ലേ. താൻ സ്വതന്ത്രയായി എന്നുള്ളൊരു ചിന്ത പുറത്തേക്ക് പറന്നു പോകുമ്പോഴാണ് ആ പക്ഷിക്കുണ്ടായത്. ദെൻ ഷീ ബേഴ്സ് ഇൻ ടു ഫുൾ ത്രോട്ടഡ് സോങ്. പുറത്തേക്ക് പോകുന്നു, ഫ്രീഡം കിട്ടുന്നു, അങ്ങനെ ഉറക്കെ അവൾ പാട്ട് പാടുന്നു അല്ലേ, ഫുൾ ത്രോട്ടഡ് സോങ്, ശബ്ദത്തിൽ. ഹെ ബ്രോക്കൺ ബട്ട് ഹോണ്ടിങ് മെലഡി എക്വൈങ് ഡൗൺ ദ റവീൻ. അവളുടെ തൊണ്ടയിടറിയ പക്ഷേ ഹോണ്ടിങ് മെലഡി, എന്തോ ഒരു വിഷമം അവൾക്കുണ്ട്, അതുകൊണ്ടാണ് തൊണ്ടയിടുന്നത്. ബ്രോക്കൺ വോയിസ് ആണ്, ബട്ട് ഹോണ്ടിങ് മെലഡി, അട്രാക്റ്റിംഗ് മെലഡി അല്ലേ, അതിങ്ങനെ എക്കോ ചെയ്യുന്നു ഇവിടേക്ക്. ഹോണ്ടിങ് ഡൗൺ ദ റവീൻ, മലയിടുക്കുക എന്നാണ് റവീൻ എന്ന് പറഞ്ഞ അർത്ഥം. അവിടേക്ക് ഈ പക്ഷിയുടെ പാട്ടിങ്ങനെ എക്കോ ചെയ്തു വരികയാണ്. എ സ്ക്വിറൽ കം സംടൈംസ്. ചിലപ്പോൾ അണ്ണാൻ അങ്ങോട്ട് വരുമായിരുന്നു. വെൻ ഹിസ് ഹോം ഇൻ ദ ഓക്ക് ട്രീ ഗെറ്റ്സ് വാട്ടർ ലോക്ഡ്. അവൻ്റെ ഓക്കുമരത്തിലുള്ള വീട്ടിൽ വെള്ളം കയറുന്ന സമയത്ത് അവനെ ഈ എൻ്റെ കുടിലും തേടി വന്നു, എൻ്റെ കോട്ടേജും തേടി വന്നു. അപ്പാരൻ്റ്ലി ഹീ ഈസ് എ ബാച്ചലർ. അപ്പാരൻ്റ്ലി, ക്ലിയർലി ഹീ ഈസ് എ ബാച്ചലർ അല്ലേ, പെണ്ണ് കെട്ടാത്തവനാണ്, ഇണയൊന്നുമില്ല. എനിവേ ഹീ ലീവ്സ് അലോൺ. എന്തായാലും എന്നെ പോലെ തന്നെയാണ്. ഹീ ലീവ്സ് അലോൺ, ഒറ്റയ്ക്കാണ്. ഹീ നോസ് മീ വെൽ, അതുകൊണ്ട് എന്നെ അവന് നന്നായിട്ടറിയാം. ദിസ് സ്ക്വിറൽ ആൻഡ് ഹീ ഈസ് ബോൾഡ് ഇനഫ് ടു ക്ലൈംബ് ഓൺ ദ ഡൈനിങ് ടേബിൾ ലുക്കിംഗ് ഫോർ ടിഡ്ബിറ്റ്സ് വിച്ച് ഹീ ഓൾവേസ് ഫൈൻഡ്സ് ബിക്കോസ് ഐ ലീവ് ദം ദർ ഡെലിബറേറ്റ്ലി. അവൻ അത്യാവശ്യം ധൈര്യമുണ്ട്. ഹീ ഈസ് ബോൾഡ് ഇനഫ് ടു ക്ലൈംബ് ഓൺ ദ ഡൈനിങ് ടേബിൾ. എൻ്റെ ഒരു അത്താഴ മേശ അല്ലേ, എൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ അതിങ്ങനെ കയറി നടക്കും. എന്തിനു വേണ്ടി? ലുക്കിംഗ് ഫോർ ദ ടിഡ്ബിറ്റ്സ്. ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടാകും, ഭക്ഷണാവശിഷ്ടങ്ങളുണ്ടാകും, അത് തിരഞ്ഞുകൊണ്ട് നടക്കും. വിച്ച് ഹി ഓൾവേസ് ഫൈൻഡ്സ്. അതവന് മിക്കപ്പോഴും അതവിടെ നിന്ന് കിട്ടും.
അല്ലേ? ഹി ഓൾവേസ് ഗെറ്റ്സ് ടിറ്റ്ബിറ്റ്സ് ഓഫ് ഫുഡ്സ് ദാറ്റ് ഐ ലീവ് ദർ. അവനത് കിട്ടാൻ കാരണം എന്താണ്? ആ മേശപ്പുറത്ത് എപ്പോഴും അത് കിട്ടാൻ കാരണം ബിക്കോസ് ഐ ലീവ് ദം ദർ ഡെലിബറേറ്റ്ലി. ഞാൻ മനഃപൂർവ്വം ആ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ അവിടെ ഇടുന്നതാണ്, വേണമെങ്കിൽ വന്ന് തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഹാഡ് ഐ മെറ്റ് ഹിം വെൻ ഹി വാസ് എ യങ്സ്റ്റർ. വളരെ ചെറുപ്പത്തിൽ അവനെ ഞാൻ കണ്ടുമുട്ടുകയായിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് ലേൺ ടു ഈറ്റ് ഫ്രം മൈ ഹാൻഡ്. അവനൊരു പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് തിന്നാൻ പഠിക്കുമായിരുന്നു. ബട്ട് ഐ ഹാവ് ഓൺലി ബീൻ ഹിയർ എ ഫ്യൂ മന്ത്സ്. പക്ഷേ ഞാനിവിടെ കുറച്ച് മാസങ്ങളായിട്ടേ താമസമുള്ളൂ. ഐ ലൈക്ക് ഇറ്റ് ദിസ് വേ. ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ പെറ്റ്സ്. ദീസ് ആർ സിംപ്ലി ഗസ്. എനിക്ക് ഇങ്ങനെ ആകാനാണ് ആഗ്രഹം. വഴി കൂടി പോണവരൊക്കെ ഇങ്ങനെ വരണം അല്ലേ? ഐ ആം നോട്ട് ലുക്കിംഗ് ഫോർ പെറ്റ്സ്. ഐ എം നോട്ട് സെർച്ചിങ് ഫോർ പെറ്റ്സ്. എനിക്ക് പെറ്റ് അനിമൽസിനെ അല്ല താല്പര്യം, പക്ഷേ ഇതുപോലെയുള്ള ഗസ്റ്റുകളെ മാത്രമാണ് എനിക്കിഷ്ടം. Last week, as I was sitting down at my desk to write a long deferred article. കഴിഞ്ഞ ആഴ്ച അല്ലേ, as I was sitting down at my desk, എൻ്റെ ഡെസ്കിൻ്റെ അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തിനു വേണ്ടി? to write a long deferred article. ഒരുപാട് കാലമായിട്ട് മാറ്റിവെച്ച ഒരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഡെഫേർഡ് എന്ന് വെച്ചാൽ ഹോൾഡ് ബാക്ക് ടു എ ലേറ്റർ ടൈം, താമസിപ്പിച്ച, നീട്ടിവെച്ച എന്നൊക്കെയാണ്. ഒരുപാട് മുമ്പ് എഴുതണമെന്ന് വിചാരിച്ച കാര്യമാണ്, അതങ്ങനെ നീട്ടി സമയം നീണ്ടുപോയി. I was startled to see an emerald green praying mantis. ഞാൻ ഞെട്ടി. സ്റ്റാർട്ടിൽ, ഷോക്ക്ഡ് എന്നാണ്. അവിടെ ഒരു മരതക പച്ചയിൽ പ്രേയിങ് മാൻറ്റിസ് ഉണ്ട്, ഒരു പുൽച്ചാടി, പച്ച പുൽച്ചാടി അതിലെ നടപ്പുണ്ട്. സിറ്റിംഗ് ഓൺ മൈ റൈറ്റിംഗ് പാഡ്. എൻ്റെ പാഡിൽ വന്നിരിക്കുകയാണ്. അതിലെ നടക്കുകയല്ല, എൻ്റെ പാഡിൽ വന്നിരിക്കുകയാണ്. ഹി പിയർഡ് അപ്പ് അറ്റ് മീ. എന്നെ എങ്ങനെ തുറച്ചു നോക്കി. വിത്ത് ഹിസ് പ്രൊട്യൂബറൻറ്റ് ഗ്ലാസ് ബീഡ് ഐസ്. മുത്തുപോലെയുള്ള, പ്രൊട്യൂബറൻറ്റ് മീൻസ് ബൾജ്ഡ്, പുറത്തേക്ക് മുഴച്ചു നിൽക്കുന്ന ഗ്ലാസിൻ്റെ മുത്തുപോലെയുള്ള കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കി. ആൻഡ് ഐ സ്റ്റേ ഡൗൺ അറ്റ് ഹിം ത്രൂ മൈ ഗ്ലാസസ്. എൻ്റെ ഗ്ലാസ്സിലൂടെ, ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട്, എൻ്റെ കണ്ണടയിലൂടെ ഞാൻ അവനെയും നോക്കി. വെൻ ഐ ഗേവ് ഹിം എ പ്രോഡ് എന്ന് പറഞ്ഞാൽ ജാബ്, ത്രസ്റ്റ്, കൈ കൊണ്ടൊന്ന് കുത്തിയപ്പോൾ, ഹി മൂഡ് ഓഫ് ഇൻ എ ലീഷർ വേ. ഹി മൂഡ് ഓഫ് വെരി സ്ലോലി. വളരെ പതുക്കെ അവനങ്ങനെ അകന്നു പോയിക്കൊണ്ടിരുന്നു. Later I found him examining the binding of Whitman's Leaves of Grass. Later, പിന്നീട് ഞാൻ അവനെ കണ്ടുല്ലേ. I found him examining the binding of. ഒരു പുസ്തകമാണ്, വിറ്റ്മാൻ്റെ ലീവ്സ് ഓഫ് ഗ്രാസ് എന്നുള്ള പുസ്തകത്തിൻ്റെ ബൈൻഡിങ്ങിലൂടെ അവനങ്ങനെ നോക്കുകയാണ്. എന്തായിരിക്കും നോക്കുന്നുണ്ടാവുക? പെർഹാപ്സ് ഹി ഹാഡ് ഫൗണ്ട് എ സക്യുലൻറ്റ് ബുക്ക് വേം. സക്യുലൻറ്റ് മീൻസ് ജ്യൂസി ആയിട്ടുള്ള ഏതെങ്കിലും പുസ്തക പുഴുക്കളുണ്ടോ എന്ന് തപ്പുകയായിരിക്കും അല്ലേ. ഹി ഡിസപ്പിയേർഡ് ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ്. 1-2 ദിവസം അതിനെ കാണാതായി. ഹി ഡിസപ്പിയേർഡ് ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ്. ആൻഡ് ദെൻ ഐ ഫൗണ്ട് ഹിം ഓൺ ദ ഡ്രസ്സിംഗ് ടേബിൾ. പിന്നീട് അവനെ കണ്ടു ഒരു ടേബിളിൻ്റെ മുകളിൽ പ്രീനിങ് ഹിംസെൽഫ് ബിഫോർ ദ മിറർ. കണ്ണാടിയുടെ മുമ്പിൽ മൂപ്പരെ തന്നെ അങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രീനിങ് മീൻസ് ക്ലീനിങ്. പക്ഷികളൊക്കെ തൂവൽ ക്ലീൻ ചെയ്യുന്നതിനാണ് ശരിക്കും പ്രീനിങ് എന്ന് പറയുക. ഇവിടെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പച്ചപ്പുൽച്ചാടി സ്വയം ക്ലീൻ ചെയ്യുകയാണ്. ഔട്ട് ഇൻ ദ ഗാർഡൻ, പുറത്ത് ഗാർഡനിൽ ഐ സ്പോട്ടഡ് അനദർ മാൻറ്റീസ്. മറ്റൊരു പുൽച്ചാടിയെ ഞാൻ കണ്ടു. പേഴ്സ്ഡ് ഓൺ ദ ജാസ്മിൻ ബുഷ്. മുല്ലയിൽ വന്ന് ഇരിപ്പാണ് കക്ഷി. ഇറ്റ്സ് ആംസ് വെർ റൈസ്ഡ് ലൈക്ക് എ ബോക്സർ. ഒരു ബോക്സറിൻ്റെ കൈകൾ പൊക്കുന്നത് പോലെ 2 കൈകളും മുന്നോട്ട് അങ്ങനെ പൊക്കി പിടിച്ചിരിക്കുകയാണ് അവൻ. പെർഹാപ്സ് ദേ ആർ എ പെയർ. ഒരു പക്ഷേ ജോഡിയായിരിക്കും, ഐ തോട്ട്. ആൻഡ് വെൻറ്റ് ഇൻ ഡോഴ്സ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് വന്നു. ഫെച്ച് മൈ മാൻറ്റീസ്. എൻ്റെ പുൽച്ചാടിയെ ഞാൻ പിടിച്ചു. ആൻഡ് പ്ലേസ്ഡ് ഹിം ഓൺ ദ ജാസ്മിൻ ബുഷ് ഓപ്പോസിറ്റ് ഹിസ് ഫെലോ ഇൻസെക്റ്റ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? പുറത്തിരിക്കുന്നത് ഈ സാധനത്തിൻ്റെ, അതായത് ഉള്ളിലിരിക്കുന്ന മാൻറ്റീസിൻ്റെ ഇണയാണെന്ന് വിചാരിച്ച് ഞാൻ അവനെ കൊണ്ടുപോയി ജാസ്മിൻ ബുഷിലിരിക്കുന്ന പച്ചപ്പുൽച്ചാടിയുടെ ഓപ്പോസിറ്റ് കൊണ്ടുപോയി വെച്ചു. ഹി ഡിഡ് നോട്ട് ലൈക്ക് വാട്ട് ഹി സോ. അത്ഭുതമെന്ന് പറയട്ടെ, ആ പുൽച്ചാടിക്ക് അവൻ കണ്ടത് എന്താണോ അതിനെ ഇഷ്ടമായില്ല. നോ കമ്പാരിസൺ വിത്ത് ഹിസ് ഓൺ ഇമേജ് ആൻഡ് മെയ്ഡ് ഓഫ് ഇൻ എ ഹറി. നോ കമ്പാരിസൺ വിത്ത് ഹിസ് ഓൺ ഇമേജ്. സ്വന്തം ഇമേജാണ് അല്ലേ, അതായത് അവനവനെ പോലെയുള്ള മറ്റൊരു ജീവിയാണ് മുന്നിലിരിക്കുന്നത്. ഒരു സാമ്യചിന്ത പോലും കൂടാതെ അവനെന്ത് ചെയ്തു? ഹി മെയ്ഡ് ഓഫ്. അപ്പുറത്തിരിക്കുന്നത് സ്വന്തം വിഭാഗത്തിൽപ്പെട്ട ഒരു സാധനം തന്നെയാണ് എന്നുള്ളൊരു ചിന്തയില്ലാതെ അവനെന്ത് ചെയ്തു? റൺ അവേ. മെയ്ഡ് ഓഫ് മീൻസ് റൺ അവേ. മേക്ക് ഓഫ്, റാൻ ഓഫ്. ഇൻ എ ഹറി. ധൃതിയിൽ അവിടെ നിന്ന് ഓടിപ്പോയി. മൈ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് വിസിറ്റർ കംസ് അറ്റ് നൈറ്റ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിസിറ്റർ രാത്രിയാണ് വരുന്നത്. വെൻ ലൈറ്റ്സ് ആർ സ്റ്റിൽ ബേണിംഗ്. ഇപ്പോഴും ലൈറ്റൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നു. എ ടൈനി ബാറ്റ്. ഒരു ചെറിയ ബാറ്റാണ്. വവാൽ ഹു പ്രിഫേഴ്സ് ടു ഫ്ലൈ ഇൻ ത്രൂ ദ ഓപ്പൺ ഡോർ. അവനങ്ങനെ തുറന്നു കിടക്കുന്ന വാതിലിലൂടെ ഉള്ളിലേക്ക് കയറി വരും. അതിനിഷ്ടപ്പെടുന്ന ആളാണ്. പ്രിഫേഴ്സ് മീൻസ് ഒരു കാര്യം പ്രിഫർ ചെയ്യാറാണ്, ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നാണല്ലോ. ആൻഡ് വിൽ യൂസ് ദ വിൻഡോ ഓൺലി ഇഫ് ദർ ഈസ് നോ ആൾട്ടർനേറ്റീവ്. വാതിൽ തുറന്നു കിടക്കുന്നില്ല എങ്കിൽ മാത്രമേ ഹി യൂസ് വിൻഡോ. വിൻഡോയിലൂടെ അവൻ വരികയുള്ളൂ.
ഇഫ് ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞത് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ അല്ലേ, മറ്റൊരു പ്രതിവിധിയില്ലെങ്കിൽ അവൻ വിൻഡോയിലൂടെ വരും. ഹിസ് ഒബ്ജക്റ്റ് ഈസ് ടു സ്നാപ്പ് അപ്പ് ദ മോത്ത്സ് ദാറ്റ് ക്ലസ്റ്റർ അറൗണ്ട് ദ ലാംപ്സ്. അവൻ്റെ ഒബ്ജക്റ്റ്, അവൻ്റെ എയിം എന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് ഹിയർ മീൻസ് എയിം, ഗോൾ, ലക്ഷ്യം, ഈസ് ടു സ്നാപ്പ്, ക്യാച്ച് ദ മോത്ത്സ്, ഈയാമ്പാറ്റകളെ പിടിക്കുകയാണ്, ദാറ്റ് ക്ലസ്റ്റർ അറൗണ്ട്, ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എന്നാണ് അല്ലേ, ദാറ്റ് ഗ്രൂപ്പ് അറൗണ്ട് ദ ലാംപ്സ്, വിളക്കിന് ചുറ്റും പറക്കുന്ന ഈയാമ്പാറ്റകളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ വരുന്നത്. അതാണ് അവൻ്റെ ലക്ഷ്യം. ഓൾ ദ ബാറ്റ്സ് ഐ ഹാവ് സീൻ ഫ്ലൈ ഫെയർലി ഹൈ. ഞാൻ കണ്ട വവ്വാലുകളെല്ലാം ഉയർന്നു പറക്കുന്നവയാണ്. കീപ് നിയർ ദ സീലിംഗ്. ഒന്നുകിൽ അത് റൂഫിൻ്റെ മുകളിലൂടെയൊക്കെ അങ്ങനെ പറ്റിപ്പിടിച്ച് നടക്കുന്നുണ്ടാവും അല്ലേ, സീലിങ്ങിൻ്റെ മുകളിലൂടെ. ബട്ട് ദിസ് പെർട്ടിക്കുലർ ബാറ്റ്, പക്ഷേ ഈ കക്ഷി, വീട്ടിൽ വിരുന്നു വന്ന ഈ ഒരു വവ്വാൽ എങ്ങനെയാണ്, ഫ്ലൈസ് ഇൻ ലോ ലൈക്ക് എ ഡൈവ് ബോംബർ. മൂപ്പര് താഴ്ന്നു പറക്കുന്ന ജീവിയാണ്. ഹി ഫ്ലൈസ് വെരി ലോ. എങ്ങനെ, ലൈക്ക് എ ഡൈവ് ബോംബർ. ലക്ഷ്യത്തിനായിട്ട് ഊളിയിട്ട് ബോംബിടുന്ന വിമാനത്തിനെയാണ് അല്ലേ, ലക്ഷ്യത്തിൽ കൊണ്ടുപോയിട്ട് താഴ്ന്നു പറന്ന് ബോംബിടുന്ന തരത്തിലുള്ള വിമാനത്തിനെയാണ് ഡൈവ് ബോംബർ എന്ന് പറയുക. ഡൈവ് ബോംബറെ പോലെ താഴ്ന്നു പറക്കുകയാണ്. സൂമിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ചെയർ ലെഗ്സ് ആൻഡ് അണ്ടർ ടേബിൾസ്. ടേബിളിൻ്റെ അടിയിലും ചെയർ ലെഗ്സിൻ്റെ കസേരക്കാലുകളുടെ അടിയിലുമെല്ലാം സൂം ചെയ്തുകൊണ്ട് നോക്കി. കണ്ണുകൊണ്ട് ഇങ്ങനെ സൂം ചെയ്യുകയാണ്. എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും പിടിക്കാനുണ്ടോ, തിന്നാനുണ്ടോ എന്നങ്ങനെ നോക്കി നടക്കുന്ന ബാറ്റ്. വൺസ് ഹി പാസ് സ്ട്രേറ്റ് ബിറ്റ്വീൻ മൈ ലെഗ്സ്. ഒരു ദിവസം എന്ത് ചെയ്തു, അവൻ എൻ്റെ കാലിൻ്റെ ഇടയിലൂടെ പറന്നുപോയി. ഹാസ് ഹീസ് റഡാർ ഗോൺ റോങ്. മൂപ്പര റഡാറിന് എന്തെങ്കിലും സംഭവിച്ചോ അല്ലേ, അവൻ്റെ കണ്ണിന് എന്തെങ്കിലും സംഭവിച്ചോ, ഐ വണ്ടേഡ്. ഓർ ഈസ് ഹി ജസ്റ്റ് പ്ലെയിൻ മാഡ്, അതോ അവന് ഭ്രാന്തായോ, ഹാസ് ഹി ഗോൺ മാഡ്. ഐ വെൻറ്റ് ടു മൈ ഷെൽഫ്സ് ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി. ഞാൻ നാച്ചുറൽ ഹിസ്റ്ററിയുടെ പുസ്തകങ്ങളൊക്കെ ഇരിക്കുന്ന ഷെൽഫിൻ്റെ അടുത്തേക്ക് പോയി. ലുക്ക്ഡ് അപ്പ് ബാറ്റ്സ്. എന്നിട്ട് ആ പുസ്തകത്തിലൂടെ വവ്വാലുകളെ പറ്റി അന്വേഷിച്ചു. ബട്ട് കുഡ് ഫൈൻഡ് നോ എക്സ്പ്ലനേഷൻ ഫോർ ദീസ് എറാറ്റിക് ബിഹേവിയർ. വവ്വാലുകളുടെ ഈ ഒരു സ്വഭാവത്തെക്കുറിച്ച്, എറാറ്റിക് മീൻസ് അലയുന്ന അല്ലെങ്കിൽ അസ്ഥിര ഗുണമുള്ള വവ്വാലുകളെക്കുറിച്ച് ഒന്നും തന്നെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആസ് എ ലാസ്റ്റ് റിസോർട്ട്, അവസാനത്തെ ഉദ്യമം എന്നുള്ള നിലയ്ക്ക്, അവസാനത്തെ ആശ്രയം എന്നുള്ള നിലയ്ക്ക്, ഐ ടേൺ ടു ആൻ ആൻഷ്യൻ്റ് വോളിയം. പഴയ ഒരു പുസ്തകത്തിൻ്റെ വോളിയത്തിലേക്ക് ഞാൻ കണ്ണോടിച്ചു. ആ പുസ്തകത്തിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്, ടെൻ ടെയിൽസ് ഇന്ത്യൻ മമാലിയ, കൽക്കട്ടയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകം. ആൻഡ് ഇൻ ഇറ്റ് ടു മൈ ഡിലൈറ്റ്, എനിക്ക് ആഹ്ലാദം പകരുന്ന രീതിയിൽ അതിൽ എന്ത് കണ്ടു, ഐ ഫൗണ്ട് വാട്ട് ഐ വാസ് ലുക്കിംഗ് ഫോർ. ഞാൻ തിരഞ്ഞിരുന്ന കാര്യം കണ്ടു. എ ബാറ്റ് ഫൗണ്ട് നിയർ മിസൂറി ബൈ ക്യാപ്റ്റൻ ജട്ടൺ. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് ജട്ടൺ, ബട്ട് ഹിയർ ഐ എം പ്രൊനൗൺസിങ് ഇറ്റ്. എ ബാറ്റ് ഫൗണ്ട് നിയർ മുസൂറിയിലെ അങ്ങനത്തെ ഒരു ബാറ്റിനെ കണ്ടെത്തി എന്നാണ് പറയുന്നത് ക്യാപ്റ്റൻ ജട്ടനാൽ. ഓൺ ദ സദേൺ റേഞ്ച് ഓഫ് ഹിൽസ് അറ്റ് 1800 meters. ഹെഡ് ആൻഡ് ബോഡി അബൌട്ട് 3 centimeters. മസൂറിയിലെ തെക്കൻ മലനിരകളിൽ 1800 മീറ്റർ ഉയരങ്ങളിൽ ഏതാണ്ട് 3 സെൻറ്റിമീറ്ററോളം വലുപ്പം വരുന്ന ബോഡിയുള്ള, സ്കിംസ് ക്ലോസ് ടു ദ ഗ്രൗണ്ട്. കിമ്മിയ ഗ്ലൈഡ് ചെയ്യാൻ നടത്തും. ഗ്രൗണ്ടിനോട്, തറയോട് ചേർന്ന് പറക്കുന്ന, സ്കിം ചെയ്യുന്ന, ഗ്ലൈഡ് ചെയ്തു പോകുന്ന രീതിയിലുള്ള ബാറ്റ്സിനെ കുറിച്ച് പ്രതിപാദ്യമുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഫ്ലൈയിങ് ഹൈ ആസ് ബാറ്റ്സ് ജനറലി ഡു. സാധാരണ ബാറ്റ്സ് പൊങ്ങി പറക്കുന്നവയാണ്. അങ്ങനെ ചെയ്യാതെ ഇൻസ്റ്റെഡ് ഓഫ്, അതിന് പകരമായിട്ട് അവരെന്താണ് ചെയ്യുന്നത്, ദേ സ്കിം ക്ലോസ് ടു ഗ്രൗണ്ട്. അവറ്റ താഴെ പറക്കുകയാണ് ചെയ്യുന്നത്, താഴെ കൂടി പറക്കുകയാണ് ചെയ്യുന്നത്. ഹാബിറ്റാറ്റ് ജാരിപാനി, നോർത്ത് വെസ്റ്റ് ഹിമാലയാസ്. ഹിമാലയത്തിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ജാരിപാനി എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ ഹാബിറ്റാറ്റ്, അതിൻ്റെ വാസസ്ഥലം. അപ്പറൻ്റ്ലി ദ ബാറ്റ് വാസ് റയർ ഈവൻ ഇൻ 1884. 1884 പോലും അത്തരത്തിലുള്ള ബാറ്റ്സ് വളരെ റയറായിരുന്നു, അപൂർവമായിരുന്നു. പെർഹാപ്സ് ഐ ഹാവ് കം അക്രോസ് വൺ ഓഫ് ദ ഫ്യൂ സർവൈവിംഗ് മെമ്പേഴ്സ് ഓഫ് ദ സ്പീഷീസ്. ഒരുപക്ഷെ ഞാൻ കണ്ടത് ഈ ഇനത്തിലെ, അതായത് ഈ സ്പീഷീസിലെ അല്ലെങ്കിൽ ഈ ജീവിവർഗത്തിലെ അതിജീവിച്ചവരിൽ ഒരാളെ ആയിരിക്കും. ഐ എം ഹാപ്പി ദാറ്റ്. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദിസ് ബാറ്റ് സർവൈവ്സ്. ഈ ഒരു വവ്വാൽ സർവൈവ് ചെയ്യുന്നത്, അതായത് ഹി സപ്പോർട്ട്സ് ഹിംസെൽഫ്. എവിടെയാണ്? ഇൻ മൈ സ്മോൾ കോർണർ ഓഫ് ദ വുഡ്സ്. ഈ കാടിൻ്റെ ഉള്ളിൽ ഒരു മൂലയ്ക്ക് കഴിയുന്ന എൻ്റെ കൂടെയാണല്ലോ. ആൻഡ് ഐ അണ്ടർടേക്ക് ടു സെലിബ്രേറ്റ്. അണ്ടർടേക്ക് എന്ന് പറഞ്ഞാൽ തുടങ്ങുക, ഏറ്റെടുക്കുക, തുനിയുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഞാൻ തുടങ്ങുകയാണ്. എന്തിനാ? ടു സെലിബ്രേറ്റ് ഇറ്റ്. അതായത് ഇവൻ്റെ കൂടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം അതങ്ങോട്ട് ആഘോഷിക്കാൻ തുടങ്ങുകയാണ്. എങ്ങനെ? ഇൻ പ്രോസ് ആൻഡ് വേഴ്സ്. എഴുത്തിലും കവിതകളിലും അവനെക്കുറിച്ച് എഴുതിക്കൊണ്ട് അവൻ്റെ കമ്പനിയിലുള്ള, അവൻ്റെ കൂടെയുള്ള ആ താമസത്തെ ആഘോഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. വൺസ് I found it suspended upside down from the railing at the foot of my bed. Once, ഒരിക്കൽ, I found that bat. ആ വവ്വാലിനെ ഞാൻ കണ്ടു. എങ്ങനെ? സസ്പെൻഡഡ്. അവിടെ തൂങ്ങിക്കിടക്കുകയാണ് ആ സാധനം. എങ്ങനെ? അപ്സൈഡ് ഡൗൺ, തല കീഴായിട്ട്. ഫ്രം ദ റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ബാർ, ഫുട്ട് ഓഫ് മൈ ബെഡ്, അറ്റ് ദ ഫുട്ട് ഓഫ് മൈ ബെഡ്. അപ്പോൾ എൻ്റെ കട്ടിലിൻ്റെ അല്ലെങ്കിൽ എൻ്റെ കിടക്കയുടെ കട്ടിലിൻ്റെ താഴെയുള്ള ഹൊറിസോണ്ടൽ രീതിയിൽ തിരശ്ചീനമായി വെച്ചിരിക്കുന്ന ആ ബാറിൽ,
അവൻ തൂങ്ങിക്കിടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഐ ഡിസൈഡഡ് ടു ലീവ് ഇറ്റ് ദർ. അതവിടെ ഇരുന്നോട്ടെ ഞാൻ വിചാരിച്ചു. ഫോർ എ റൈറ്റർ എലോൺ ഇൻ ദ വുഡ്സ് ഈവൻ ആൻ എക്സെൻട്രിക് ബാറ്റ് ഈസ് എ വെൽക്കം കമ്പനി. വനത്തിൽ ഏകാഗിയായ ഒരു എഴുത്തുകാരന് വിചിത്ര സ്വഭാവിയായ വവ്വാൽ പോലും സ്വീകരിച്ചിരുത്താവുന്ന ഒരു സുഹൃത്താണ്. So here in this chapter we saw who were the companies of Ruskin born when he was alone in the Himalayan valley. Hope you have enjoyed this chapter. Thanks for listening.